ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമസ്കാരം, ഞാൻ സന്തോഷ് അമ്പലത്തറ. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഇത് കാർത്തിക നക്ഷത്രക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, മേടം രാശിയിലും ഇടവം രാശിയിലും പകർന്നു കിടക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. അപ്പോൾ മേടക്കൂറുകാർക്ക് പ്രത്യേക ഫലവും ഇടവക്കൂറുകാർക്ക് പ്രത്യേക ഫലവുമാണ് അനുഭവത്തിൽ വരിക. അപ്പോൾ പൊതുവെ കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മേടക്കൂറുകാർക്ക് 2-ൽ നിന്നും 3-ലോട്ട് വ്യാഴം പോവുകയാണ്. ഇടവക്കൂറുകാർക്ക് ജന്മത്തിൽ നിന്നും 2-ലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ ഒരേ നക്ഷത്രം തന്നെ 2 ഫലങ്ങളായിരിക്കും ഇവർക്ക് അനുഭവത്തിൽ വരുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പൊ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട്, അല്ലെങ്കിൽ ഈ വരുന്ന മെയ് 14 വരെ ജന്മ വ്യാഴമായിരുന്നു. അപ്പൊ ജന്മവ്യാഴത്തില് ഉള്ള ഫലങ്ങൾ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലേശകരമായ ഒരുപാട് അനുഭവങ്ങൾ ഈ കാർത്തിക നക്ഷത്രക്കാര് അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായ ക്ലേശങ്ങൾ, കലഹങ്ങൾ, ജോലി മാറ്റമോ വീട് മാറ്റമോ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വരുന്ന മെയ് മാസം 14-ാം തീയതി മുതൽ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലോട്ട് പകരുകയാണ്. അപ്പൊ ഇത് ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകൾ ഇടവക്കൂറുകാർക്ക് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായ ഉന്നതി, ജോലിയിൽ ഉയർച്ച, അതുപോലെ തന്നെ വിവാഹങ്ങളൊക്കെ മുടങ്ങി ഇരുന്നവർക്ക് വിവാഹങ്ങൾ ശരിയാകുന്ന ഒരു കാലഘട്ടം, സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി വരുന്ന ഒരു കാലഘട്ടം, സന്താന ഭാഗ്യമുള്ള ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന പല ബിസിനസ്സുകളായാലും ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങളായാലും അതൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കാർത്തിക ഇടവക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ധനലാഭം, തൊഴിൽ അഭിവൃദ്ധി, സന്താന ഗുണം, വിവാഹ തടസ്സങ്ങൾ മാറി വരിക, പുതിയ ഗ്രഹാരംഭ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അതിൽ ഉയർച്ചയും വരുവാനുള്ള സാധ്യതയും, നമ്മൾ പലപ്പോഴും ശ്രമിച്ച് നടക്കാതെ പോയിരുന്ന ലോണുകൾ പാസ്സായി വരുന്ന ഒരു കാലഘട്ടവും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾ മുന്നിട്ടിറങ്ങി നമുക്ക് നേരായ മാർഗങ്ങൾ കാണിച്ചു തന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ മെയ് 14 മുതൽ കാർത്തിക നക്ഷത്രക്കാർ. അപ്പൊ കാർത്തിക നക്ഷത്രക്കാർക്ക് നേരത്തെ ഉള്ള ദുരനുഭവങ്ങൾ വളരെ വലുതായിരുന്നു. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ജോലി സ്ഥലത്ത് തന്നെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ശത്രുതാ ദോഷങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു വ്യാഴമാറ്റമാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ആത്മഹത്യാ ടെൻഡൻസി വരെ പ്രകടിപ്പിച്ച ചില കാർത്തിക നക്ഷത്രക്കാരെ നമ്മുടെ അനുഭവത്തിൽ അറിയാം. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു നക്ഷത്രക്കാരായിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ നമ്മളെ കൊണ്ട് കഴിയുന്ന പരിഹാര മാർഗങ്ങൾ, മീൻസ് ഈ പറയുന്ന നെയ്വിളക്ക്, പാൽപ്പായസം, അതുപോലുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം, ഈ വരുന്ന മെയ് 14 ശേഷം കാർത്തിക നക്ഷത്രക്കാർക്ക് എടുത്തു പറയത്തക്ക ഒരുപാട് ഭാഗ്യങ്ങൾ തരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ബിസിനസ്സിലായാലും ജീവിത വിജയത്തിന്റെ വേണ്ടി മറ്റ് കാര്യങ്ങളിലായാലും ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ മെയ് 14 വരെ വളരെ ശ്രദ്ധിക്കണം എന്നാണ്. കാരണം ഈ വ്യാഴമാറ്റം കൊണ്ട് വരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങളെ കാഠിന്യം കൂടാനും നമുക്ക് കൈനഷ്ടങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്.
അപ്പോൾ എന്ത് പുതിയ പ്രവർത്തനങ്ങളായാൽ പോലും ഈ വരുന്ന മെയ് 14 ശേഷം മാത്രമേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാവൂ. അതുപോലെ തന്നെ നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജാതക ഫലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇത് പൊതുഫലമാണ് പറയുന്നത്. ഓരോരുത്തർക്കും ജാതകത്തിൽ വ്യത്യാസമായ ഫലങ്ങൾ ഉണ്ടായിരിക്കും, വ്യത്യസ്തമായ ദശകളായിരിക്കും. നമ്മുടെ ദുസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ 6, 8, 12 ഭാവാധിപന്മാരുടെ ദശകളും അപകാരങ്ങളും ഛിദ്രങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പുതിയ പ്രവർത്തനങ്ങളിലോട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഉയർച്ച വരുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും തുടക്കത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആവാൻ ശ്രമിക്കാം. അപ്പം നന്ദി, നമസ്കാരം.